നമസ്കാരം. നമസ്തേ. ഇന്ത്യയുമായി വീണ്ടും സഹകരണത്തിലാവണം അല്ലെങ്കിൽ നല്ലൊരു ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമായി തുർക്കി വിദേശകാര്യമന്ത്രി വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും തുർക്കി പറയുന്ന പല കാര്യങ്ങളെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഒരേ സമയം തന്നെ റഷ്യയുമായിട്ടും അതേസമയം അമേരിക്കയുമായിട്ടും ഫലസ്തീനുമായിട്ടും അതേപോലെ ഇസ്രായേലുമായിട്ടും പലതരത്തിലുള്ള ബന്ധങ്ങൾ എല്ലാ രാജ്യങ്ങളോടും ഒരുപോലെ ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതും അതുകൊണ്ട് തന്നെ തുർക്കിയുമായുള്ള സൗഹൃദം വീണ്ടും പുനഃസ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള പ്രശ്നം എന്താണ്? ഈ ഒരു പ്രശ്നം പരിഹരിച്ച് വീണ്ടും പഴയ തരത്തിലുള്ള ഒരു ബന്ധത്തിലോട്ട് ഇന്ത്യക്ക് പോകാൻ പറ്റും കരുതുന്നുണ്ടോ? എന്താണ് ഇതിന്റെ ഒരു യഥാർത്ഥ സത്യാവസ്ഥ? തുർക്കിയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഹക്കാൻ ഫിദാൻ ഈ അടുത്ത സമയത്ത് നടത്തിയ ഒരു പ്രസംഗം അതിന് ആണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ആ പ്രസംഗം ഇപ്പോൾ വൈറലാണ്. പല ഇന്ത്യയുടെ ദേശീയ മാധ്യമങ്ങൾ ഒക്കെ തന്നെ ആ പ്രസംഗം ചർച്ച ചെയ്തു ഇന്നലെ. ഈ വിഷയത്തിൽ ഇന്ത്യയും തുർക്കിയും തമ്മിൽ ഉണ്ടായിരുന്ന സൗഹാർദ്ദപരമായ ബന്ധത്തിലേക്ക് ഉടനടി തിരിച്ചു പോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്തെന്നാൽ അത് ഈ വെറും തുർക്കിക്ക് പാകിസ്ഥാനോടുള്ള സൗഹൃദമായതുകൊണ്ട് ഇന്ത്യക്ക് തുർക്കിയോട് വിദ്വേഷം തോന്നിയ ആ രീതിയിലല്ല കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പോലെ യുദ്ധസമയത്തും പാകിസ്ഥാന് പെട്ടെന്ന് എല്ലാ തരത്തിലുള്ള ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തത് തുർക്കിയാണ്. അങ്ങനെ ഒരു രാജ്യം, അതുപോലെ തന്നെ കാശ്മീർ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയിലാകട്ടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിലാകട്ടെ, ഇവിടെയൊക്കെ തുർക്കി സ്വീകരിച്ച നിലപാടുകൾ, അങ്ങനെയുള്ള ഒരു മൊത്തത്തിൽ തുർക്കിയുടെ യുദ്ധത്തിലുള്ള സമീപനവും അതുപോലെ ഡിപ്ലോമസിയിലുള്ള സമീപനവും രണ്ടും കൂടി കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യ തുർക്കി ബന്ധങ്ങൾ ഊഷ്മളമായ രീതിയിലേക്ക് മാറാനുള്ള സാധ്യത ഉടനടിയൊന്നും ഞാൻ കാണുന്നില്ല. വർക്കിംഗ് റിലേഷനിലേക്ക് ഏത് രാജ്യത്തിനും പോകാം. തുർക്കി അഭിപ്രായപ്പെടുന്നത് ആധുനിക ഡിപ്ലോമസിയിലെ ഒരു സങ്കല്പമാണ് ഡീഹൈഫനേറ്റഡ് ഫോറിൻ പോളിസി എന്നുള്ളത്. ആ ഡീഹൈഫനേറ്റഡ് ഫോറിൻ പോളിസി എന്നതിൻ്റെ അർത്ഥം ഒരു രാജ്യവുമായിട്ട് ഇപ്പൊ എ എന്ന് പറയുന്ന രാജ്യത്തിന് ബി എന്ന് പറയുന്ന രാജ്യമായിട്ടുള്ള ബന്ധവും സി എന്ന് പറയുന്ന രാജ്യവുമായിട്ടുള്ള ബന്ധവും പ്രത്യേകം പ്രത്യേകം കാണുക. അതായത് ബിയും സിയും ചിലപ്പോൾ ശത്രുക്കളായിരിക്കാം, പക്ഷെ അത് കണക്കിലെടുക്കണ്ട. എയ്ക്ക് ബിയോടും ബന്ധമുണ്ടാകാം, സിയോടും ബന്ധമുണ്ടാകാം. അത് പിന്നെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഒപ്പം ചേർന്ന് സൈഡ് പിടിക്കുന്നതായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല ഇതിനകത്ത്. അങ്ങനെ ഒരു സമീപനമാണ്. അതായത് ഓരോ ബന്ധവും അതിൽ തന്നെ സമ്പൂർണ്ണമാണ്. അതിനെ മറ്റൊരു ബന്ധവുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. ഇതാണ് ഡീഹൈഫനേറ്റഡ് ഫോറിൻ പോളിസി. ഈ ഡീഹൈഫനേറ്റഡ് ഫോറിൻ പോളിസി പിന്തുടരുന്ന രാജ്യമാണ് ഇന്ത്യ ഇപ്പോൾ ഫവസ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്ത്യക്ക് പലസ്തീനുമായിട്ട് നയതന്ത്ര ബന്ധമുണ്ട് പല കാര്യങ്ങളിലും. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇസ്രായേലുമായിട്ട് ഇസ്രായേലിൻ്റെ ഫുൾ ഫ്ലഡ്ജഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. ചൈനയുമായിട്ട് ബന്ധമുണ്ട്, അമേരിക്കയുമായിട്ട് ബന്ധമുണ്ട്, അനൗദ്യോഗികമായിട്ട് തെയ്വാനുമായിട്ടും ബന്ധമുണ്ട്, ഇറാനുമായിട്ടും UAE-യുമായിട്ടും ഒരേ സമയം അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാതൃക എന്തുകൊണ്ട് തുർക്കിക്കും തുടർന്നുകൂടുക, അല്ലെങ്കിൽ തുർക്കിക്കും അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്നാണ് ഹക്കാൻ ഫിദാൻ ചോദിക്കുന്നത്. ഇപ്പൊ ചോദിക്കാൻ എന്താണ് ഒരു കാരണം എന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുർക്കിയുടെ മാധ്യമങ്ങളും അതുപോലെ തിങ്ക് ടാങ്കുകളും ഒക്കെ ഉയർത്തിയ വലിയൊരു വിഷയമുണ്ട്. മെഡിറ്ററേനിയൻ കടലിലെ ശാക്തിക സമതുലിതാവസ്ഥ, ആ മെഡിറ്ററേനിയൻ റീജിയനിലെ തന്നെ ശാക്തിക സമതുലിതാവസ്ഥ, ഈ പ്രദേശത്തെ ഈ മെഡിറ്ററേനിയൻ റീജിയനിൽ ഇന്ത്യയുടെ ഇടപെടൽ കാരണം ഈ ശാക്തിക സമതുലിതാവസ്ഥ മാറി മറിഞ്ഞിരിക്കുന്നു. അതായത് ഇന്ത്യ തുർക്കിയുടെ ശത്രുക്കളായ സൈപ്രസുമായിട്ടും അതുപോലെ ഗ്രീസുമായിട്ടും വലിയ ബന്ധങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ആ ബന്ധങ്ങൾ സൈനിക ബന്ധങ്ങളായിട്ട് വളർന്നിരിക്കുന്നു. ഇന്ത്യ ഏറ്റവും ഒടുവിലെടുക്കുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ആലോചനയിൽ ഉണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരിക്കുന്നത് ബ്രഹ്മോസ് മിസൈലിൻ്റെ വിൽപ്പനയുമായിട്ട് സംബന്ധിച്ചാണ്. തുർക്കിക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഈ ബ്രഹ്മോസ് മിസൈലിനെ തടുക്കാൻ ശേഷിയുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനവും
തുർക്കിയുടെ കൈവശമില്ല. ബ്രഹ്മോസ് മിസൈൽ ആകട്ടെ അത് കപ്പലിൽ നിന്നും കപ്പലിന് നേരെ പ്രയോഗിക്കാം. അതായത് ആന്റി ഷിപ്പ് മിസൈലാണ്. സർഫസ് ടു സർഫസ് മിസൈലായിട്ട് ഉപയോഗിക്കാം. അതായത് തുർക്കിയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് നേരെ ഈ അയൽ രാജ്യങ്ങൾ അത് പ്രയോഗിച്ചെന്നിരിക്കാം. അതിനേക്കാളൊക്കെ ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നത് ഈ അസർബൈജാൻ അർമീനിയ വിഷയത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യമാണ്. അസർബൈജാൻ തുർക്കിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പക്ഷെ ഇപ്പോ അർമീനിയക്ക് പൂർണ്ണമായിട്ടും ആയുധങ്ങൾ നൽകുന്നത് ഏതാണ്ട് റഷ്യയൊക്കെ അവർ വിട്ടു. അവരുടെ ഇപ്പോൾ ഒരു 70-80% ആയുധങ്ങളും ഇന്ത്യയിൽ നിന്നാണ് വാങ്ങുന്നത്. അക്കൂട്ടത്തിൽ ഇന്ത്യയുടെ പിനാക മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം, അതുപോലെ തന്നെ പിന്നെ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം, പിന്നീട് മറ്റ് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ വരെ ഇന്ത്യയിൽ നിന്നും വാങ്ങാനായിട്ട് അർമീനിയ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ വെപ്പൺ ലൊക്കേറ്റിംഗ് സ്വാതി റഡാർ, അതായത് മറ്റു രാജ്യങ്ങളെ പോലെ ഒരു മിസൈലിൽ മാത്രം ഒതുങ്ങുന്നില്ല. അർമീനിയ ഇന്ത്യയുടെ സമ്പൂർണമായ സഹകരണത്തിലേക്കാണ് നീങ്ങുന്നത്. അവര് ഇന്ത്യൻ ആയുധങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി അതെല്ലാം അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ കൃത്യത. അപ്പോൾ ഇത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തുർക്കിക്കാണ്. കാരണം തുർക്കിയുടെ അയൽ രാജ്യങ്ങളിൽ, തുർക്കിയുടെ സ്വാധീന വലയത്തിൽപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ തന്നെ എതിരെ ഇന്ത്യ നീങ്ങുകയാണ്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ ആയുധം തുർക്കി അണിയിക്കുന്നത് പോലെ തുർക്കിയുടെ ശത്രുക്കളെ ഇന്ത്യ ആയുധം അണിയിക്കുന്നു. ഇത് തുർക്കി പ്രതീക്ഷിച്ചിരുന്നില്ല. പഴയ കാലത്തെ ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഇന്ത്യ കുറേയൊക്കെ അങ്ങ് സഹിക്കുമായിരുന്നു. അതായത് ഇന്ത്യക്കെതിരെ ഒരാൾ എന്തെങ്കിലും പ്രയോഗിച്ചാലും ഇന്ത്യ അവർക്കെതിരെ അങ്ങനെ പിന്നെ ഈ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കില്ല. ഇന്ത്യ എപ്പോഴും ചേരിചേരായ്മയും അതുപോലെ മറ്റു രീതിയിലുള്ള ഒരു കുറേ ആദർശങ്ങളിൽ അടിയുറച്ചിട്ടുള്ള ഒരു വിദേശ നയം. അത്തരം ആദർശങ്ങൾ ഇന്ന് ലോകത്തിൽ ആരും സ്വീകരിക്കുന്നില്ല, ഇന്ത്യയിൽ സ്വീകരിക്കുന്നില്ല. ഇവിടെ ഈ റിട്ടേണിങ് ഇൻ കൈൻഡ് എന്ന് പറയും. അതായത് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയതനുസരിച്ച് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അങ്ങോട്ടും കൊടുക്കുക. അതാണ് ഇന്നത്തെ ഫോറിൻ പോളിസി. അതിനപ്പുറത്തേക്ക് ഫോറിൻ പോളിസിയിൽ വലിയ കഥയൊന്നും ഇന്നില്ല. അത്തരം ഒരു ഫോറിൻ പോളിസി ഇന്ത്യ സ്വീകരിച്ചതോടുകൂടി തുർക്കിയെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ട് ആ പ്രദേശത്ത് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ തുർക്കിയുടെ ഒരു പേടി ഈ ബ്രഹ്മോസ് മിസൈല് സൈപ്രസിന്റെ കയ്യിലെത്തുന്നതിനേക്കാൾ കൂടുതൽ ഗ്രീസിന്റെ കയ്യിലെത്തുന്നതാണ്. സൈപ്രസ് ശക്തി കുറഞ്ഞ ഒരു രാജ്യമാണ്. തുർക്കിയെ അപേക്ഷിച്ച് സൈപ്രസ് ദുർബലമായ ഒരു രാജ്യമാണ്, ചെറിയ രാജ്യമാണ്. പക്ഷേ ഗ്രീസ് അങ്ങനല്ല, തുർക്കിയോട് കിടപിടിക്കാൻ ശേഷിയുള്ള ഒരു രാജ്യം. അങ്ങനെ വരുമ്പോൾ അവരുടെ സൈന്യത്തിന് ഈ ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ തുർക്കിക്ക് ഉണ്ടാകാവുന്ന അപകട സാധ്യത, റിസ്ക് വളരെ കൂടുതലാണ്. ഇതാണ് തുർക്കിയെ വേവലാതിപ്പെടുത്തുന്നത്. അതുകൂടാതെ മറ്റൊരു പുതിയ മിലിറ്ററി സഖ്യം അവിടെ രൂപപ്പെടുകയാണ്. ഇന്ത്യ, ഇസ്രായേൽ, ഗ്രീസ്, സൈപ്രസ്, ഇങ്ങനെ ഒരു മിലിറ്ററി സഖ്യം രൂപപ്പെടുകയാണ്. ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. പാകിസ്ഥാനുമായിട്ട് തുർക്കിക്ക് സൗഹൃദമുണ്ടാകുന്നത് അതിൻ്റെ ഒരേ ഒരു കാരണം മതം മാത്രമാണ്. മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഐഡിയോളജിക്കൽ അഫിനിറ്റി അല്ലാതെ മറ്റൊരു കാര്യത്തിലും പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ ബന്ധമില്ല. പാകിസ്ഥാന് സഹായം കിട്ടിക്കൊണ്ട് ഒരു എക്കണോമിക് ഓപ്പർച്യൂണിറ്റിയും തുർക്കിക്ക് ലഭിക്കാൻ പോകുന്നില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് എല്ലാ രാജ്യങ്ങളും വില കുറച്ച് ഡിസ്കൗണ്ടിലോ അല്ലെങ്കിൽ സൗജന്യമായിട്ടോ ആയുധങ്ങൾ കൊടുക്കണം എന്നുള്ള ചിന്താഗതിയാണ് പാകിസ്ഥാനുള്ളത്. ഈ തരത്തിൽ സൗദിയെ പോലെയോ UAE പോലെയോ ഒന്നും വലിയ സമ്പന്ന രാഷ്ട്രമല്ല തുർക്കി. തുർക്കിക്ക് ടെക്നോളജിക്കലി കുറേ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടെങ്കിലും അവർക്ക് ഇക്കണോമിക്കലി അവർ വലിയ സമ്പന്ന രാജ്യമൊന്നുമില്ല. ഈ അടുത്ത കാലത്തും അവർ സാമ്പത്തിക പ്രതിസന്ധിപ്പെട്ടിരുന്നു. അവർ ആയുധം വയ്ക്കുന്നത് അവർക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ആ പണത്തിൻ്റെയോ അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസോ വളരെ കുറവാണ്. പാകിസ്ഥാനുമായിട്ട് ബന്ധത്തിലൂടെ തുർക്കിയുടെ മറ്റ് താല്പര്യങ്ങളെ സംരക്ഷിക്കാനൊന്നും പാകിസ്ഥാന് താല്പര്യമില്ല. ഇവിടെ വേറൊരു വിഷയം വരുന്നത് വിശാലമായിട്ട് വരുമ്പോൾ ഇസ്ലാമിക ലോകത്തിൻ്റെ നേതൃസ്ഥാനം ആർക്ക് എന്നൊരു ചോദ്യത്തിൽ ആ നേതൃസ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി. പക്ഷെ പാകിസ്ഥാൻ ഈ വിഷയത്തിൽ സൗദിയോടൊപ്പമേ നിൽക്കാൻ പറ്റൂ. അപ്പോൾ അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പല ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിലും പാകിസ്ഥാനുണ്ട്.
പക്ഷേ അതേസമയം ഇന്ത്യയെ നേരിടുക എന്നുള്ള ഒരു കാര്യത്തിൽ തുർക്കിക്കും പാകിസ്ഥാനും സമാന അഭിപ്രായമാണ് എന്നുള്ളത് മാത്രമാണ് ഇവരെ യോജിപ്പിച്ച് നിർത്തുന്നത്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കിയുടെ ബൈറക്ടർ TB2 ഡ്രോണിന്റെ ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിലാണ് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചത്. ആ ബൈറക്ടർ ഡ്രോൺ പാകിസ്ഥാന് മാത്രമല്ല, പിന്നീട് അത് ബംഗ്ലാദേശിനും വിൽക്കാൻ തുർക്കി ശ്രമിച്ചു. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂറോട് കൂടിയിട്ട് തുർക്കിയുടെ ഡ്രോണുകൾക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടിരിക്കുകയാണ്. കാരണം ഒരൊറ്റ ബൈറക്ടർ TB2 ഡ്രോണിന് പോലും ഇന്ത്യയുടെ അതിർത്തി ലംഘിച്ച് ഇവിടെ വന്നിട്ട് ആക്രമണം നടത്തി തിരിച്ചു പോകാൻ പറ്റിയില്ല. മാത്രവുമല്ല, ബൈറക്ടർ TB2 ഡ്രോണുകൾ ഇവിടെ നിരവധി 3-4 ഡ്രോണുകൾ ഇന്ത്യ തകർത്ത്. അതിനുശേഷം പാകിസ്ഥാൻ ഇത് പൂർണ്ണമായിട്ടും അങ്ങ് പിൻവലിച്ചു. അത് മറ്റൊരു ഡ്രോൺ കൂടി ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ 2 ഡ്രോണുകളും പാകിസ്ഥാൻ പിൻവലിച്ചു. കാരണം ഒരു ലെയർഡ് എയർ ഡിഫൻസിനെ നേരിടാനായിട്ട് ഉള്ള ഒരു സാധ്യത അതിനില്ല. ബൈറക്ടർ പോലുള്ള ഡ്രോണുകൾ എന്ന് പറയുന്നത് ലോകത്തിൽ കൂടുതൽ വ്യാപകമായിട്ട് പ്രചാരത്തിലായത് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ, അഫ്ഗാനിസ്ഥാനിലെ, അതുപോലെ സിറിയയിലെ ഒക്കെയാണ്. കാരണം അവിടെ ഈ രീതിയിലുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ല. ഇന്ത്യക്ക് 3 തട്ടുകളായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റമാണ് S-400, അതിനുശേഷം ബറാക്ക് 8, അതിനുശേഷം വരുന്ന ആകാശ് എയർ മിസൈൽ ഡിഫൻസ്. പിന്നെ അതും കഴിഞ്ഞ് വരുന്ന ഒരു മിസൈലോ അതല്ലെങ്കിൽ ഒരു ഡ്രോണോ ഈ 3 വലയങ്ങളെയും ഭേദിച്ചു വന്നാലും ഷോൾഡർ ഫയർഡ് മിസൈലുകൾ ഇവിടെ പ്രയോഗിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ബൈറക്ടർ ഡ്രോണുകൾക്കെതിരായിട്ടുള്ള ലേഖനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാടുണ്ട്. ഇത് തുർക്കിയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. കാരണം ബൈറക്ടർ ഡ്രോൺ വിൽക്കാതിരുന്നാൽ തുർക്കി എന്ന രാജ്യത്തിന് മാത്രമല്ല ദോഷം. ഈ ഡ്രോൺ ഉണ്ടാക്കുന്ന കമ്പനി തുർക്കിയുടെ നേതാവായ എർദോഗന്റെ മകളുടെ ഭർത്താവിൻ്റെതാണ്. എർദോഗാൻ കുടുംബത്തിന് തന്നെ അതൊരു വലിയ തിരിച്ചടിയാണ്. ഈ ബൈറക്ടറും അതുപോലെ അക്കിൻകി എന്ന് പറയുന്ന 2 ഡ്രോണുകളാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും മികച്ച ഡ്രോണുകൾ. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഡ്രോൺ ആയിരുന്നു ബൈറക്ടർ. അമേരിക്കയുടെ പ്രൊഡക്ടർ ഒന്നും അല്ല, ബൈറക്ടറാണ് നമ്പർ 1 ഡ്രോൺ. ഈ കമ്പനിയുടെ ഉടമസ്ഥൻ നേരത്തെ അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള ജനറൽ ആറ്റമിക്സിൽ ജോലി ചെയ്യുകയും അവരുടെ രഹസ്യങ്ങൾ അടിച്ചു മാറ്റി തുർക്കി കൊണ്ടുവരികയും ചെയ്തു. അത് തുർക്കി സർക്കാർ, അത് അമേരിക്കയ്ക്കും തുർക്കിയെ അക്കാര്യത്തിൽ വലിയതായിട്ട് എതിർക്കാൻ പറ്റില്ല. കാരണം ഇതൊരു നാറ്റോ രാജ്യമാണ്, നാറ്റോ സഖ്യകക്ഷിയാണ്. അപ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഇവിടെ തുർക്കിക്ക് ഇപ്പോൾ ഉള്ളത്. റഷ്യയും ആയിട്ടും തുർക്കിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതേസമയം ബന്ധവുമുണ്ട്. അപ്പോൾ ആ രീതിയിലെങ്കിലും ഉള്ള ഒരു ബന്ധത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്നില്ലെങ്കിൽ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, തുർക്കിയുടെ തൊട്ടടുത്ത രാജ്യങ്ങളെ ആയുധമണിയിക്കുകയും സൈനികമായിട്ട് ട്രെയിൻ ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ത്യ വളരുമ്പോൾ പാകിസ്ഥാൻ എന്ന ഒറ്റ രാജ്യത്തെ മാത്രമേ തുർക്കിക്ക് ആശ്രയിക്കാനുള്ളൂ. പാകിസ്ഥാൻ ആകട്ടെ അങ്ങനെ ഇന്ത്യയെ കയറി ആക്രമിക്കാനുള്ള ധൈര്യമൊന്നും ഇന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ നേരത്തെ ആക്രമിച്ചേക്കും. കാരണം ഈ നദീജല വിഷയത്തിലുമൊക്കെ ഇൻഡസ് റിവർ വാട്ടർ ട്രീറ്റി ഇന്ത്യ ഏകപക്ഷീയമായിട്ട് അത് വേണ്ടെന്ന് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകൾ ഭയങ്കരമാണ്. പക്ഷെ ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഭീഷണികൾ മുഴക്കുകയല്ലാതെ പാകിസ്ഥാൻ ഇന്ന് ഇങ്ങോട്ട് കയറി ആക്രമിക്കാറില്ല. ഇന്ന് അതിർത്തി ലംഘിച്ച് വെടിവെക്കുന്നതൊന്നും സാധാരണമല്ല. ഈ അടുത്ത ഒരു 2020 മുമ്പ് ഇന്ത്യ കാശ്മീരിലെ അതിർത്തിയിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ പലപ്പോഴും നിരന്തര വെടിവെപ്പുകളാണ്. ആ വെടിവെപ്പുകളൊന്നും ഇന്നില്ല. കാരണം യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിയിരിക്കുന്നു. വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറുകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ലേഡ് ഡിഫൻസ്, ഡ്രോൺ അറ്റാക്കുകൾ, അതുപോലെ ഷോർട്ട് റേഞ്ച് ബലിസ്റ്റിക് മിസൈൽ, പ്രഗതി എന്നൊക്കെ പറയുന്ന ഷോർട്ട് റേഞ്ച് മിസൈലുകൾ. അതായത് എന്തായാലും ഇന്ത്യ തിരിച്ചടിക്കും, അതിനകത്ത് യാതൊരു തർക്കമില്ല. എന്ത് തന്നെ സംഭവിച്ചുള്ളൂ. ന്യൂക്ലിയർ ആയുധങ്ങൾ എന്ന ഒരു ഉമ്മാക്കി ഇന്ന് ആരും വകവെക്കുന്നില്ല. ടാക്ടിക്കൽ ഒരു സബ് കിലോട്ടൺ ന്യൂക്ലിയർ വെപ്പൺ പാകിസ്ഥാൻ പ്രയോഗിച്ചാൽ തന്നെ ഇന്ത്യ ഒരു ഫുൾ ന്യൂക്ലിയർ ആക്രമണം നടത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സങ്കീർണമായ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെ വെറും പൊള്ളയായ ഭീഷണികൾ മുഴക്കിയിട്ട് വലിയ കാര്യമില്ല. തുർക്കി കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധമുള്ള രാജ്യമാണ്. തുർക്കിക്ക് സാമ്പത്തികമായിട്ട് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ ശേഷിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അതിൽ നിന്നും റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല. ഏത് ബന്ധത്തിലും റിട്ടേൺ വേണം. നമുക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തിനും നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞില്ല, നമ്മൾ നിരന്തരമായിട്ട് സുഹൃത്തിനെ സഹായിക്കുകയാണെങ്കിൽ ആ സഹായത്തിന് വലിയ കാര്യമില്ല. UAE അതുകൊണ്ടാണ് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ
പതുക്കെ പിന്മാറിയത്. പാകിസ്ഥാന് കൊടുത്ത $3.5 ബില്യൺ പെട്ടെന്ന് വേണം എന്ന് തിരിച്ചാവശ്യപ്പെട്ടതും ഒക്കെ അതുകൊണ്ടാണ്. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ന് അവര് പിന്തുടരുന്ന തന്ത്രങ്ങൾ പോരാ. എന്തായാലും ശരി, ഇങ്ങനെ ഒരു നിർദ്ദേശം തുർക്കിയുടെ ഭാഗത്തു നിന്ന് വന്നു. ഇത് പെട്ടെന്ന് നടപ്പാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ത്യ ഗ്രീസുമായിട്ടും സൈപ്രസുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെക്കാനോ, ഇന്ത്യക്ക് പിന്നെ കോടിക്കണക്കിന് ഡോളർ പിന്നെ കിട്ടുന്ന അർമീനിയയുമായിട്ടുള്ള ആയുധ കച്ചവടം വേണ്ടെന്ന് വെക്കാനൊന്നും ഇന്ത്യ തയ്യാറാവില്ല. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഡയലോഗും അതുപോലുള്ള മറ്റു കാര്യങ്ങളും എൻഗേജ്മെന്റ് തുടങ്ങും എന്ന് കരുതാൻ സാധ്യതയുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ മേഖലയിലെ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.